ആശയങ്ങളുടെയും നിറഞ്ഞ സംവാദങ്ങളുടെയും വേദി തേവര സാഹിത്യോത്സവത്തിന്റെ 1ാം പതിപ്പിന്റെ ആദ്യ ദിവസത്തിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളും സംസ്കാരങ്ങളും മനസ്സിലാക്കാനുള്ള യാത്രയാണ് ഈ സാഹിത്യോത്സവം. പ്രഗത്ഭരായ പ്രഭാഷകർ ഒത്തുകൂടുന്ന ഈ വേദിയിൽ പരിമിതികളില്ലാതെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും സ്വതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കുവാനും ഈ 2 ദിവസങ്ങൾ കാരണമാകട്ടെ. അടുത്തതായി നമ്മൾ ഏവരും കാത്തിരുന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ വേദിയിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി രഞ്ജു രഞ്ജിമാർ, ശ്രീമതി അഞ്ജന ജോർജ് എന്നിവരാണ്. ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഈ വേദിയിലേക്ക്, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഈ വേദിയിലേക്ക് നമുക്ക് ഇരു സ്പീക്കേഴ്സെയും സ്വാഗതം ചെയ്യാം. വെൽക്കം മാം. കേരളത്തിലെ ആദ്യത്തെ സെലിബ്രിറ്റി ആൻഡ് ബ്രൈഡൽ ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ അസാധാരണവും അതുല്യവുമായ ശൈലിയിൽ മാഗസിൻ കവർ മുതൽ ഫീച്ചർ ഫിലിമുകൾ, പരസ്യ സിനിമകൾ എന്നിങ്ങനെ വിവിധ മാധ്യമങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഏവരും, എനിക്ക് തോന്നുന്നു, ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോസ്റ്റർ കണ്ടത് മുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു സെഷൻ തന്നെയായിരിക്കും. നിറഞ്ഞ കയ്യടിയോട് തന്നെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി രഞ്ജു രഞ്ജിമാർ. വെൽക്കം മാം. സ്വതന്ത്ര പത്രപ്രവർത്തകയായ ശ്രീമതി അഞ്ജന ജോർജ് ഫിലിം മേക്കർ, ഒപ്പം ചലച്ചിത്ര നിരൂപകയും കൂടെയാണ്. ജെൻഡർ അഡ്വക്കേറ്റായ അഞ്ജന ജോർജ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുൻ സീനിയർ കറസ്പോണ്ടന്റ് കൂടെയാണ്. മാമിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അതിരുകൾ ഭേദിച്ച ചമയക്കൂട്ട് എന്നാണ്. സെഷന്റെ ഒടുവിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഐ തിങ്ക് വിൽ ഡെഫിനറ്റ്ലി ഹാവ് ക്വസ്റ്റ്യൻസ് ഫോർ ബോത്ത് ഓഫ് ദ സ്പീക്കേഴ്സ് ഹിയർ. ഓവർ ടു ദ സ്പീക്കേഴ്സ് ആൻഡ് ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ സെഷൻ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? നമുക്ക് ഭയങ്കര ഫോമൽ ആവേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ കേൾക്കുന്നുണ്ടോ? ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഈ വനിതാ ദിനത്തിൽ അതിസുന്ദരിയായ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയും സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല എന്ന് നമ്മളോട് എല്ലാവരോടും എന്നും ഓർമ്മിപ്പിക്കാനും നമ്മളെ എല്ലാവരെയും ഒരുപോലെ കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാൻ വേണ്ടി ഊർജം തരുന്നതുമായ രഞ്ജുവിൻ്റെ കൂടെ ഇവിടെ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതിൽ, യു ആർ ദ വിമൻ ദാറ്റ് വി ലുക്ക് അപ്പ് ടു. യു ആർ ദ വിമൻ ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് രഞ്ജുവിനെ ഇന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം ഒരു ക്യാമ്പസിലാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ എല്ലാവരും ഇനി വരുന്ന തലമുറ, അല്ലെങ്കിൽ ദേ ആർ ദ ഫ്യൂച്ചർ. അവരാണിനി നമ്മളുടെ സ്വപ്നങ്ങളെയും നമ്മളെയും നാം എല്ലാവരെയും എന്താ പറയുക, ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്. ഇവരോട് രഞ്ജുവിന് എന്താണ് പറയാനുള്ളത്? First of all, I'm so happy to hear because അഞ്ജന പറഞ്ഞതുപോലെ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഓരോ മുഖങ്ങളിലും നാളത്തെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ആ ഒരു സംതിങ് ക്യൂരിയോസിറ്റി, അത് അവരുടെ ഉള്ളിൽ നിന്ന് തിളയ്ക്കുന്നുണ്ട്, അതവരുടെ മുഖത്ത് പ്രകടമാകുന്നുണ്ട്. ദെൻ ദിസ് ഈസ് എ വെരി പ്രൗഡ് മൂമെൻറ്റ്. ബിക്കോസ് ഞാനൊരു ലോങ് ടൈം ബാക്ക് ഞാൻ ഈ കോളേജിൽ വരുമ്പോൾ, so I think റോമ, സമൃദ്ധ സുനിൽ ആൻഡ് രമ്യ നമ്പീശൻ അഭിനയിച്ച ഷാഫി സാറിൻ്റെ ഒരു മൂവി ഷൂട്ടിങ്ങിന് ഞാൻ ഈ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ദിവസം ഞാൻ ഈ കോളേജിൽ രാവിലെ വരും, ഈ ഷൂട്ടിങ്ങുമായിട്ട് ചോക്ലേറ്റ് മൂവി. അപ്പം അന്ന് എനിക്ക് ഈ ഒരു കോളേജിൽ നിന്ന് എന്താ പറയുക, ശരിക്കും ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ തേവര കോളേജിൽ. അതേ കോളേജിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് സ്റ്റുഡൻസിനോട് സംസാരിക്കാൻ കിട്ടുക എന്ന് പറയുന്ന ആ ഒരു അവസരത്തെ, ദാറ്റ് ഈസ് മൈ അച്ചീവ്മെൻറ്റ്സ് അല്ലേ. സോ ഐ തിങ്ക് ഞാനത് ഓർക്കുമായിരുന്നു. ഞാൻ ഈ കോളേജിനകത്തേക്ക് ഇപ്പോൾ കാറും കൊണ്ട് കയറിയപ്പോൾ അന്ന് ഞാനിങ്ങനെ ഇറങ്ങും. എന്നിലുള്ള സ്ത്രൈണതയെ എനിക്ക് ഒളിച്ചു വെക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ
അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നു. ഇവിടെ എനിക്ക് എന്താ പറയുക, ഒരു ചായ കുടിക്കാൻ പോലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനൊരു പേടിയായിരുന്നു. പേടിയേക്കാളുപരി ഒരു ചമ്മലായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞാൽ പിള്ളേർ അപ്പോഴും കളിയാക്കിയ പിള്ളേർ ഇപ്പോഴും അവിടെ ഉണ്ടാകും, അവരെന്നെ വീണ്ടും കളിയാക്കുമായിരിക്കും എന്നുള്ളൊരു ഒരു നാണക്കേട് കൊണ്ട് ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു വരാന്തയിൽ കൂടി തല ഉയർത്തി പിടിച്ച് വന്നപ്പോൾ ഐ എം സോ പ്രൗഡ്, സീരിയസ്ലി. ബിക്കോസ് ഇവൻ അവരുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട് എന്നാലും എനിക്ക് ആ കോളേജ് അങ്കണത്തിൽ വരാൻ കഴിഞ്ഞല്ലോ. അതൊരു ഒരു ഒരു പ്രൗഡ് ഓഫ് മൊമെൻ്റ് ആയിട്ട് തന്നെ തോന്നുന്നു. രഞ്ജു, നമ്മളെല്ലാവരും ഒരു ബൈനറി വേൾഡിലാണല്ലോ, സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഒരു ബൈനറി വേൾഡിൽ ജീവിച്ച് ശീലമായ ആളുകളാണല്ലോ ഈ സമൂഹം. ഈ ഒരു അവസരത്തിൽ, ഈ വനിതാ ദിനത്തിൽ ഞങ്ങളെല്ലാവരും രഞ്ജുവിനോട് മാപ്പ് ചോദിക്കുന്നു. അന്ന് രഞ്ജുവിനെ ഇൻക്ലൂസീവ് ആവുന്നത് പോലെ രഞ്ജുവിന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്, അറിവില്ലായ്മ, അവയർനെസ്സിൻ്റെ കുറവുകൾ, ഇതെല്ലാം ആയിരുന്നെങ്കിലും ചേർത്ത് പിടിക്കാൻ പറ്റാതിരുന്നതിൽ അല്ലേ നമ്മളെല്ലാവരും. ദാറ്റ് ഈസ് നോട്ട് എ മിസ്റ്റേക്ക്. ദെൻ അത് ജനറ്റിക്കലി സംഭവിക്കുന്നതാണ്, ജനറലി സംഭവിക്കുന്നതാണ്. ബിക്കോസ് അതുകൊണ്ടാണല്ലോ എനിക്ക് പൊരുതാനൊരു ഊർജം കിട്ടിയത്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ അതിരുകൾ, ഈ അതിർവരമ്പുകൾ, നമ്മളുണ്ടാക്കുന്ന പല സ്ട്രക്ചേഴ്സ്, പല ബ്രാക്കറ്റ്സ്, ആണ് പെണ്ണ്, ബൈനറി, ഇങ്ങനെയുള്ള ബ്രാക്കറ്റ്സിനപ്പുറത്തേക്ക് എങ്ങനെ ലോകത്തെ കാണണം എന്നാണ് രഞ്ജുവിന് ഞങ്ങളോട് പറഞ്ഞു തരാനുള്ളത്? ആസ് എ പേഴ്സണായിട്ട് എന്നെ കാണുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ആണോ പെണ്ണോ എന്നുള്ളതിനേക്കാൾ നമുക്കിനി വരാൻ പോകുന്ന ജനറേഷൻ അതാണ് പഠിക്കേണ്ടത്. ബിക്കോസ് നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് ആണ് പെണ്ണ് എന്നുള്ളൊരു ബൈനറികൾ. നീ ആണാണ്, നീ ഇങ്ങനെ ഇരിക്കണം, നീ പെണ്ണാണ്, ഇങ്ങനെ ഇരിക്കണം, നീ അങ്ങനെ ആകണം, ഇങ്ങനെ ആകണം, ഇങ്ങനെ ആകണം എന്നൊക്കെ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുവരുവാണ്. അപ്പോൾ ആ ഒരു ബൈനറി വേണ്ട. സോ ആസ് എ വ്യക്തി നീ ഒരു മനുഷ്യനാണ്, അതിലൂടെ നീ ജീവിക്കൂ, അതിലൂടെ മനുഷ്യരെ മനസ്സിലാക്കൂ എന്നാണ് എനിക്ക് പറയേണ്ടിയിരിക്കുന്ന കാര്യം. ബിക്കോസ് എൻ്റെ ഒരു 18-19 വയസ്സിലാണ് ഞാൻ ഈ എറണാകുളം ജില്ലയിൽ വരുന്നത്. അന്നത്തെ ഈ എറണാകുളം ജില്ലയ്ക്ക് ഇത്രയും ഗ്ലാമറൊന്നുമില്ലായിരുന്നു. അന്നത്തെ കൊച്ചി തന്നെയായിരുന്നു. അപ്പോൾ ആ കൊച്ചിയിൽ ഇല്ലാത്ത മാസ്കുലിൻ പവർ കാണിച്ച് നടക്കേണ്ടി വന്നിട്ടുള്ള ഒരു നിസ്സഹയായ സ്ത്രീയാണ് ഞാൻ. എൻ്റെ ഉള്ളിലെ സ്ത്രീത്വത്തെ എനിക്ക് പ്രകടമാക്കാൻ പറ്റുന്നില്ല. എനിക്കത് ഒരിടത്തും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ സൊസൈറ്റി എടുത്ത് എറിഞ്ഞു തന്ന ഒരു വസ്ത്രക്കൂടിനകത്ത് ഒതുങ്ങി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലേ. ഒരു ചായക്കടയിൽ പോയി നമ്മളൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ചായ വാങ്ങിച്ച് ചായ കുടിച്ച് തീരുന്നത് വരെ എനിക്കില്ലാത്ത മാസ്കുലിൻ പവർ, ഇല്ലാത്ത മസിലുകൾ എനിക്ക് പെരുപ്പിച്ച് ഞാൻ എൻ്റെ ബാസ് സൗണ്ടിൽ എനിക്ക് സംസാരിക്കണം. ഞാൻ ഈ ചായ കുടിച്ച് തീരുന്നതിനുള്ളിൽ എന്നിലുള്ള സ്ത്രീ പുറത്തേക്ക് വന്നിരിക്കും. അതിനകത്ത് എനിക്കൊരു 4 അടിയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, കളിയാക്കലുകൾ കിട്ടിയിട്ടുണ്ടാവും. ആ ചായക്കടയിൽ ഇരിക്കുന്നവർക്ക് ആർക്കും കയറി എന്തും ചെയ്യാം എന്നുള്ള ഒരു കാലഘട്ടമുള്ള ഒരു നാടായിരുന്നു കൊച്ചി. അവിടെ നിന്ന് ഇത്രത്തോളം മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമാണ് അല്ലേ. അപ്പം സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് നമ്മൾ വരുമ്പോൾ അവരെപ്പോഴും ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അപ്പം അവരറിയാത്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ജെൻഡർ എന്താണെന്നോ സെക്സ് എന്താണെന്നോ സെക്ഷുവാലിറ്റി എന്താണെന്നോ തിരിച്ചറിയപ്പെടാത്ത ഒരു ജനറേഷൻ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. സോ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ വരാൻ സാധ്യതയായിട്ടുണ്ട് ഈ ഒരു ചർച്ചകളിലൂടെ. സോ അവരൊരു ഓപ്പൺ ചർച്ചകളിലൂടെ അവർക്ക് കൂടുതൽ അറിയുവാനും അവരുടെ സംശയങ്ങൾ മാറ്റിക്കൊടുക്കുവാനും ഇത്തരം ചർച്ചകളിലൂടെ കഴിയുന്നുണ്ടെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. രഞ്ജുവിൻ്റെ ജേണി ഒന്ന് ചുരുക്കി, കാരണം ഈ ഞാനും നിങ്ങളും നമ്മളും എല്ലാവരും അടങ്ങുന്ന ഈ ലോകത്ത് നമ്മുടെ ഉള്ളിലും ഒരു പ്രായത്തിൽ ഈ പ്രായം കറക്റ്റ് പ്രായമാണ്. ഈ
എന്താ പറയുക, ഉള്ളിലുണ്ടാവും ഞാൻ തന്നെയാണോ അതോ ഞാനല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ ഐഡൻറ്റിറ്റിയെ പറ്റിയൊക്കെ, എക്സിസ്റ്റൻസിനെ പറ്റി, നമ്മളുടെ ഓറിയൻറ്റേഷൻ എന്താണെന്നൊക്കെ ചിന്തിക്കുന്ന ഏജ് എന്ന് പറയുന്നത് പൊതുവേ ഈ ടീനേജ് കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ്. ഇവരോട് രഞ്ജുവിൻ്റെ ഒരു ജേണിയും അതിലെങ്ങനെ രഞ്ജു ഇതിനെ, ഹൗ ഡിഡ് യു റിയലൈസ് ദാറ്റ് മൊമെൻറ്റ് ആൻഡ് വാട്ട് ഡിഡ് യു ഡു ഫോർ ഇറ്റ് ടു ബി യു? So that was very painful in my journey because കൊല്ലം ജില്ലയിലെ കശുവണ്ടി തൊഴിലാളിയായ ഒരമ്മയുടെയും കൂലിപ്പണിക്കാരനായ ഒരച്ഛൻ്റെയും 4ാമത്തെ കുഞ്ഞായിട്ട്, ആണോ പെണ്ണോ എന്ന് ഞാൻ പറയുന്നില്ല, കുഞ്ഞായിട്ട് ഞാൻ ജനിച്ചു. വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഞാൻ സ്വയം മനസ്സിലാക്കി ഞാൻ സ്ത്രീയാണ്, ഞാൻ ഒരു പെണ്ണാണ് എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി എൻ്റെ വീട്ടിൽ ഞാനത് പറയുമ്പോൾ എൻ്റെ വീട്ടുകാർക്കതൊരു തമാശയായിട്ടാണ് അവരതെടുത്തത്. കുട്ടിക്കാലത്ത് ഒരു ചാപല്യം എന്നുള്ള രീതിയിലാണ് അവരെടുത്തത്. പക്ഷെ പോകെ എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഞാൻ ഈ പറയുന്നത് വാസ്തവമാണ് എന്ന്. കാരണം ഓണം വന്നാലും ഉത്സവം വന്നാലും എനിക്ക് ചേച്ചിയുടെ വസ്ത്രങ്ങൾ മതി, ഒരിക്കലും എനിക്ക് ആൺകുട്ടികൾക്ക് എടുക്കുന്ന വസ്ത്രങ്ങൾ പറ്റില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ വളർന്ന് വലുതായി സ്കൂൾ ലെവലിലേക്കൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നത് ഒരുപാട് മെൻ്റൽ ഡിസ്ക്രിമിനേഷനായിരുന്നു. മീൻസ് നീ ആണല്ലേ, നീ എന്താ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ, നിനക്ക് നാണമില്ലേ? അന്നത്തെ കാലത്ത് എന്താണ് ജെൻഡർ എന്നോ, എന്താണ് സെക്സ് എന്നോ, സെക്ഷുവാലിറ്റി എന്താണെന്നോ, ഹോർമോൺ എന്താണെന്നോ, സർജറി എന്താണെന്നോ, ഇതിൻ്റെ മറ്റു വശങ്ങളെ പറ്റി ഒന്നും നമ്മൾ ബോധമല്ല. സാധാരണ എന്താ പറയുക, ആ ഒരു പുന്തലത്താഴം എന്ന് പറയുന്ന ആ ഒരു ചുറ്റുവട്ടം അല്ലാണ്ട് അതിനപ്പുറത്തേക്കൊരു ലോകമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, എൻ്റെ അച്ഛൻ, എൻ്റെ ചേട്ടന്മാർ, ഇതടങ്ങുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ലോകം എന്ന് പറയുന്നത്. അപ്പം സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഇത് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ കാണുന്നതാണ് എൻ്റെ ലോകം. അതിനപ്പുറത്തേക്കൊരു ലോകം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വളർന്നു വരുന്തോറും എനിക്ക് മനസ്സിലായി എന്നിൽ മറ്റെന്തോ കൂടി വളരുന്നുണ്ട്. അതിൻ്റെ സ്ത്രീത്വമായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. ബട്ട് അത് ഞാൻ മാത്രമേ തിരിച്ചറിയുന്നുള്ളായിരുന്നു. രാത്രി ആയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രാത്രിയായ കഥ കടച്ചിട്ട് എനിക്ക് ഇതെല്ലാം വലിച്ചു വാരി കളഞ്ഞിട്ട് അമ്മയുടെ സാരി എടുത്ത് ഉടുത്ത് കിടന്നുറങ്ങാൻ സുഖമായിട്ട് ഞാൻ സ്ത്രീയായിട്ട്. സ്കൂളിൽ പോകുന്ന വഴിക്ക് മുമ്പിൽ അമ്പലമുണ്ട്. അമ്പലം പാസ് ചെയ്ത് വേണം സ്കൂളിലേക്ക് പോകേണ്ടത്. ഏറ്റവും ടഫായ വിഷയം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആയിരുന്നു. എല്ലാ ദിവസവും അടി കിട്ടും, എല്ലാ ദിവസവും എനിക്ക് അടി കിട്ടും. എന്നാൽ ഞാൻ ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് എനിക്ക് അടി കിട്ടരുതേ എന്നല്ല. ഇന്ന് രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീയായിട്ട് ഞാൻ എഴുന്നേൽക്കണം. ഇതാണ് എൻ്റെ ആവശ്യം ദൈവത്തോടും. എനിക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടണമെന്നോ ഞാൻ പഠിച്ചതെല്ലാം വരണമെന്നോ ഇതൊന്നുമല്ല. ഓരോ ദിവസവും ഞാൻ ദൈവങ്ങളോട് പറയും. അപ്പോൾ അതാണ് നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെച്ച് ദൈവത്തോട് എന്ത് ചോദിച്ചാലും തരും എന്നുള്ള ഒരു അറിവ് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തോട് അപ്പോൾ ഓരോ ദിവസവും ഞാൻ പറയും എന്തേ ഇന്നായില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ 15ാമത്തെ വയസ്സ് വരെ ഞാൻ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓരോ വർഷം കഴിയും തോറും ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡുകൾ മാറി ഞാൻ 10th സ്റ്റാൻഡേർഡിലേക്ക് എത്തുമ്പോഴും ഞാൻ ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുക ദൈവത്തോട്. എന്തുകൊണ്ട് എന്നെ ഇപ്പോഴും ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നെ സ്ത്രീ ആക്കുന്നില്ല? ഞാൻ ഷീലയെ പോലെ സ്ത്രീയല്ലേ, അല്ലെങ്കിൽ സജീനയെ പോലെ സ്ത്രീയല്ലേ, ഹേമയെ പോലെ സ്ത്രീയല്ലേ? ഞാനും പെണ്ണാണെന്ന് ഞാൻ ദേവിയോട് പറയുവാണ്. പക്ഷെ അവിടെ നിന്നെല്ലാം ഞാൻ എന്താ പറയുക, പിന്നീട് എനിക്കത് മനസ്സിലായി. സ്വയം ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതാണ്, എന്ത് ചെയ്യാനാ? എനിക്ക് സമാന ചിന്താഗതികളുള്ള ഒരു വ്യക്തിയെ കാണാനില്ല. എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിത് പറയാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ ഫാദർ മരിച്ച സങ്കടം ഞാൻ മറ്റൊരാളിനോട് പറയുമ്പോൾ മസ്റ്റായിട്ടും അവരുടെ ഫാദർ മരിച്ച ആ ഒരു ഫീലിംഗ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, ആ മൈഗ്രെയിനെ പറ്റി ഞാനൊരു മൈഗ്രെയിൻ ഉള്ള ഒരാളിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും അവർക്ക് അതിനെപ്പറ്റി ആ ഒരു ഫീലിംഗ് മനസ്സിലായി. ഇത് എന്താ എനിക്ക് ഉദാഹരണം കാണിക്കാൻ? ഉദാഹരണം ഇല്ല. അവരെ പോലെ ഇവരെ പോലെ അങ്ങനെ ഇങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ. എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് വരുമ്പോൾ എന്നെ തുടർന്ന് പഠിപ്പിക്കാമെന്നുള്ളൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു.
മഹാരാജാസ് കോളേജിൽ വിട്ട് എന്നെ പഠിപ്പിക്കാം എന്നുള്ള വാഗ്ദാനത്തിലാണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത്. അന്നും ഇന്നും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, എനിക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തത് എന്തോ എന്നിലുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മൈ എഡ്യൂക്കേഷനാണ്. ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ അത്ര വലിയ പഠിപ്പിച്ചൊന്നുമല്ല, SSLCക്ക് 347 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് വിദ്യാഭ്യാസം ഭയങ്കര ഇഷ്ടം. ഇന്ന് ഞാൻ അസൂയയോടുകൂടി നോക്കിക്കാണുന്നൊരു വിഭാഗം വിദ്യാഭ്യാസം ഉള്ളവരെയാണ്. എനിക്ക് ഭയങ്കര അസൂയാണ് അവരെ കാണുമ്പോൾ. അവർ കോളേജിൽ പോകുന്നു, അവർ പഠിക്കുന്നു, അല്ലെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ട്, അവർക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നൊക്കെ പറയും. എനിക്ക് എൻ്റെ ഉള്ളിലൊരു അസൂയ തോന്നാറുണ്ട്. അതൊന്നും ഇന്നും നിലനിന്ന് പോവുകയാണ്. എനിക്കിഷ്ടം അന്നും ഇന്നും ഒക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് വരുമ്പോൾ എന്നെ തുടർന്ന് പഠിപ്പിക്കുമല്ലോ. പ്രീ ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. ഞാൻ കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് ചേർന്നത്. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വീട്ടിലെ അവസ്ഥകളും എൻ്റെ അവസ്ഥകളും ഒക്കെ കൊണ്ട് കൂലിപ്പണിക്കൊക്കെ പോയി ഇഷ്ടിയക്കളത്തിലും തടിമില്ലിലും വീട്ടുവേലയ്ക്കോ എന്ന് വേണ്ട സർവ്വ എടുത്തും ഞാൻ ചെന്ന് ചുക്ക് ചേരാത്തൊരു കഷായമായിരുന്നു കൊല്ലം ജില്ലയിൽ. ഞാൻ എറണാകുളത്തേക്ക് വരുന്ന TV പ്രഭാകരൻ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. പക്ഷേ അവിടെ എന്നെ സ്വീകരിച്ചിരുന്നത് ഒരു കുശിനിക്കാരൻ്റെ വേഷമായിരുന്നു. അദ്ദേഹത്തിന് ചോറും കറിയും വെച്ച് കൊടുക്കണം, വീട് അടിച്ചു വാരി തുടക്കണം, പാത്രങ്ങൾ കഴുകണം, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ കഴുകണം. ഇതൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കേസ് ഡയറികൾ പരിശോധിക്കണം, അത് കൊണ്ടുപോയി ഹൈക്കോടതിയിൽ വെക്കണം, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ലൈഫ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്കിതെല്ലാം മതിയായി. എനിക്ക് ഭ്രാന്തിൻ്റെ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തുവാണ്. എൻ്റെ 18-19 വയസ്സാകുന്നു. ഞാൻ എന്താണ് എനിക്ക് നെക്സ്റ്റ് എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നിലുള്ള സ്ത്രീ വളരുകയാണ്. എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ രാത്രിയാകാൻ കൊതിക്കുക. എനിക്ക് പകലിനെ പേടിയായി തുടങ്ങി. എനിക്ക് രാത്രിയാകണം. എങ്ങനെയും രാത്രിയാണ്. മുറിക്കകത്ത് കയറി തീപ്പെട്ടിക്കോല കത്തിച്ച് അത് അണച്ചിട്ട് തുപ്പൽ പുരട്ടി ഐബ്രോസ് വരച്ച് ഞാൻ പെണ്ണാവും. ഇതാണ് എൻ്റെ മേക്കപ്പിൻ്റെ ആദ്യ പാഠമെന്ന് പറയുന്നത്. അപ്പം ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് ഞാൻ TV പ്രഭാകരൻ്റെ ആ വീട്ടിലെ ജോലി മതിയാക്കി ഞാൻ ഇറങ്ങുമ്പോൾ ഐ തിങ്ക് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ഡിസിഷൻ ആയിരുന്നു TV പ്രഭാകരൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് എനിക്ക് ആ സമയങ്ങളിൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ തോന്നിയിരുന്നു. ബിക്കോസ് നേരത്ത് കഴിക്കാൻ ഭക്ഷണമുണ്ട്, കിടക്കാൻ ഇടമുണ്ട്, വസ്ത്രമുണ്ട്, ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആകെ പകച്ചുപോയി. ബിക്കോസ് ഞാൻ എങ്ങോട്ട് പോകും, ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഞാൻ എൻ്റെ വീട് വിട്ട് ഇറങ്ങുമ്പോഴും ഞാൻ ഇന്ന് ഈ ഒരു വേദിയിലിരിക്കുമ്പോഴും ഞാൻ എടുത്ത ഒരേ ഒരു പ്രതിജ്ഞ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എൻ്റെ ശരീരം ടൂൾസാക്കി ജീവിക്കില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ഞാൻ ചെയ്ത് ജീവിക്കും. ഒരിക്കലും എൻ്റെ ബോഡിയെ ഞാൻ ടൂൾസാക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. മേ ബി അത് ഞാൻ അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ ബോംബെ തെരുവുകളിലോ ഹൈദരാബാദിലോ ചെന്നൈയിലോ ബോംബെയിലോ ഒക്കെ മറ്റൊരു രഞ്ജുവായിട്ട് ഞാൻ ജീവിക്കേണ്ടി വന്നേനായിരുന്നു. ഇന്നത്തെ ഈ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന, ഇന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്ന രഞ്ജു എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ മരിച്ചു പോയേക്കാം. എനിക്കതിന് സാധിക്കില്ലായിരുന്നു. എന്തോ എനിക്കതിന് അത് മാത്രമാണ് ഞാൻ അന്നും ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്ന ഞാൻ എടുത്ത പ്രതിജ്ഞയിലൊന്ന്. എൻ്റെ ബോഡി ഒരിക്കലും ടൂൾസാക്കി ഞാൻ ജീവിക്കില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി എന്നെപ്പോലെ സമാന ചിന്താഗതികളുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു. കാല് തെറ്റി വീഴേണ്ട അവസ്ഥകൾ ഒരുപാട് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. വീണില്ല എന്നുള്ള അവസ്ഥയിൽ പോകുമ്പോഴും എനിക്ക് ജീവിക്കണം. ഈ ഒരു ഭൂമി എന്ന് പറയുന്ന ഈ ഭൂമിയിൽ ഒരിടം എൻ്റേതും കൂടിയാണ്. ആ ഇടം എൻ്റേതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിച്ച് തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുള്ളതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്ക് പൊരുതാനുള്ള ഒരു ഊർജം കിട്ടിയത്. അങ്ങനെ ഞാൻ പ്രഭാത് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ബുക്കുകൾ വാങ്ങിച്ചു. അത് 10 രൂപയുടെ ബുക്കിനകത്ത് 15 രൂപ എഴുതും, 15ൻ്റെ ബുക്കിനകത്ത് 20 രൂപ എഴുതും. അങ്ങനെ സ്റ്റിക്കറുകൾ ഒട്ടിച്ച് ഓരോ വീടുകൾ തോറും ഞാൻ വിൽക്കാൻ കൊണ്ടുപോകും. എൻ്റെ ബിസിനസ്സിൻ്റെ ആദ്യത്തെ പടിവെപ്പാണ്. ഓരോ വീടുകളിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഞാൻ ഓരോ വീടുകളിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ച് കഴിക്കും, ഉച്ചക്കലത്തെ ഫുഡ് വാങ്ങിച്ച് കഴിക്കും, വൈകിട്ടത്തെ ചായ വാങ്ങിച്ച് കുടിക്കും. ഓരോ വീടുകളിൽ പഴകിയ ചെരുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് മേടിക്കും, വസ്ത്രങ്ങൾ ചോദിച്ച് വാങ്ങിക്കും. കാരണം അനാവശ്യമായിട്ട് പൈസ ചിലവാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ സമ്പാദിക്കുന്ന പൈസകൾ സ്വരുക്കൂട്ടി വെക്കും. അതിൽ നിന്ന് ഞാൻ സ്വരുക്കൂട്ടിയ ഒരു കുറേ പൈസകൾ കൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആദ്യമായിട്ടൊരു കമ്മൽ വാങ്ങിച്ചു. ആ സ്വർണ്ണക്കമ്മൽ വാങ്ങിച്ചിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ആ കമ്മൽ കൊടുക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണിൽ കണ്ട ആ ഒരു തിളക്കം,
ആ ഒരു തിളക്കം എൻ്റെ ലൈഫിൽ ഇന്നും മങ്ങാതെ നിൽപ്പുണ്ട്. എൻ്റെ അച്ഛൻ തളർന്നു കിടക്കുമായിരുന്നു. ഞാൻ സ്വരുക്കൂട്ടിയ പൈസ കൊണ്ട് എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു, കറണ്ടില്ലാത്ത വീടായിരുന്നു. ആ വീട്ടിൽ ഞാൻ കറണ്ട് എടുപ്പിച്ചു. ഞാനൊരു ഒരു ടേബിൾ ഫാൻ വെച്ച് കൊടുത്തു. ആ ടേബിൾ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് കിടക്കുന്ന എൻ്റെ അച്ഛൻ ആ ഒരു നിമിഷം എൻ്റെ ലൈഫിലെ എന്താ പറയുക, ഞാനിനി എത്ര ആഡംബര വീട്ടിൽ താമസിച്ചെന്ന് പറഞ്ഞിട്ടോ എത്ര ആഡംബര കാറുകൾ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ടോ അതിൽ നിന്ന് കിട്ടുന്ന സുഖമല്ല ഞാൻ കണ്ടത്. എൻ്റെ അച്ഛൻ്റെ ആ ഒരു എല്ലാം ത്യജിച്ച് കിടക്കുന്ന ആ ഒരു മനുഷ്യന് ഒരിത്തിരി കാറ്റ് കിട്ടുന്ന ആ ഒരു അവസ്ഥ എൻ്റെ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു മൂമെൻ്റാണ്. അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫിലെ ഒരു ജേണി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ പോയി വഴിതെറ്റി വന്ന് വീണ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാൻ. എനിക്കറിയില്ല എന്താണ്, ബിക്കോസ് എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് നോളജ് ഇല്ല. ഒരു പ്രോഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വായിക്കാൻ എനിക്കറിയില്ല. ഈവൻ അത് കൂട്ടി വായിച്ചാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വരുന്നത്. ആരുടെയും കീഴിൽ അസിസ്റ്റ് ചെയ്തില്ല, ഒരു അക്കാഡമിയിലും പഠിച്ചിട്ടില്ല, ഒരു വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, സെമിനാറുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഒരു ടീമിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുകയാണ്. പിറ്റേന്ന് മുതൽ ഞാനും മേക്കപ്പ് ആർട്ടിസ്റ്റായി. എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചു എന്ന്. അതിപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, അതെങ്ങനെയാണ് അത് സംഭവിച്ചത്. എനിക്കിതിനെപ്പറ്റി ഒരു ചുക്കും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. കിട്ടുന്ന പൈസ ഒരു കൂട്ടി പുതിയ പ്രോഡക്റ്റുകൾ വാങ്ങിക്കും. അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇതെങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ഫീൽഡിലേക്ക് വരുന്നതും. ഇന്ന് മലയാള സിനിമ മുതൽ ബോളിവുഡ് സിനിമയിൽ വരെ മേക്കപ്പ് ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തോ ഒരു അദൃശ്യ ശക്തി എനിക്ക് ചുറ്റിനും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പണ്ട് ദേവിയോട് ചോദിച്ചതുപോലെ ചിലപ്പം ആ ദേവിയുടെ ശക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ദേവിയുടെ ഒരു ഇടപെടലായിരിക്കാം എന്നെ ലേറ്റായിട്ട് സ്ത്രീയായി സൃഷ്ടിച്ചത്. കാരണം എനിക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്യാനും ലൈഫിനെ പറ്റി പഠിക്കാനും എനിക്ക് ഇത്രയും അച്ചീവ് ചെയ്യാനുമുള്ള ഒരു സമയം വേണമായിരുന്നു. അതർവൈസ് ഞാൻ നേരത്തെ എൻ്റെ ഡിസിഷൻസുകളെല്ലാം എടുത്ത് ഞാൻ അങ്ങനെ മാറിയിരുന്നെങ്കിൽ മേ ബി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകില്ലായിരിക്കാം, എല്ലാത്തിനും ഒരു നിമിത്തമായിരിക്കാം. എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് എന്നെപ്പറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ ഐ എം സോ പ്രൗഡ് മൈ സെൽഫ്. ബിക്കോസ് എൻ്റെ അക്കാഡമിയിൽ ഞാൻ എൻ്റെ സിലബസാണ് പഠിപ്പിക്കുന്നത്. ഞാൻ മറ്റൊരു അക്കാഡമിയിലെ സിലബസുകൾ എടുത്തിട്ടല്ല പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ സിലബസുകളാണ്, ഞാൻ തന്നെയാണ് എൻ്റെ ബുക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത്, അതിൽ പടങ്ങൾ വരച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ മേക്കപ്പിൽ നോളജ് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ സ്പെയിനിലുള്ള ഒരു അക്കാഡമിയായിട്ട് ജോയിൻ ചെയ്ത് ഞാൻ അവിടുന്ന് ഓൺലൈനിൽ പഠിക്കാൻ തുടങ്ങി. ദെൻ അതിനെല്ലാം എനിക്ക് താങ്ക്സ് പറയേണ്ട ഒരു വ്യക്തിയുണ്ട്, മിന്നു മിസ്. ബിക്കോസ് എനിക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴും ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല, ബട്ട് അല്പമെങ്കിലും എനിക്ക് സംസാരിക്കുവാൻ, ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു വാക്ക് കൂട്ടി വായിക്കുവാനും അതിൻ്റെ മീനിങ് മനസ്സിലാക്കുവാനും അത് കോൺഫിഡൻറ്റോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് പറയണം എന്ന് എനിക്കൊരു ബലം തന്ന ഒരു വ്യക്തിയാണ് മിന്നു മിസ്. ബിക്കോസ് ഞാൻ എറണാകുളം സെൻറ്റ് ട്രീസസ് കോളേജിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. സെൻറ്റ് ജീസസ് കോളേജിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം എൻ്റെ കോളേജാണ്, അല്ലെങ്കിൽ എൻ്റെ വീടാണെന്നാണ് ഞാൻ പറയുന്നത്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ബിക്കോസ് ഞാൻ ആ കോളേജിൻ്റെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കോളേജിൻ്റെ മുമ്പിലൊരു മരമുണ്ട്, ആ മരത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിനിത സിസ്റ്റർ എന്ന് പറഞ്ഞൊരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ട് പോയി കോൺവെൻറ്റിൽ നിന്ന് എനിക്ക് ഭക്ഷണം തരും. അതേ കോളേജിൽ ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന സിനിമാ നടി പഠിക്കുന്ന സമയത്ത് അവർക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ആ കോളേജിൽ പോകാൻ പറ്റി. അവിടുന്ന് അങ്ങോട്ട് സെൻറ്റ് ട്രീസസിൻ്റെ ഒരു പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ആ ഒരു കോളേജിലൊരു ഫങ്ഷന് ഞാൻ വെറുതെ സംസാരിക്കുമ്പോൾ എനിക്ക് മിസ്സായത് എൻ്റെ കോളേജ് ലൈഫാണ്, എനിക്കത് തിരിച്ചു തരാൻ കഴിയുമോ എന്ന് ഞാൻ വിനിത മിസ്സിനോട് ചോദിക്കുവാണ്. എൻ്റെ കോളേജ് ലൈഫ് എനിക്ക് എൻ്റെ ക്യാമ്പസ് ആസ്വദിക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് സ്ത്രീയായി മാറി, എനിക്ക് ഈ സ്ത്രീത്വത്തിൽ നിന്ന് എനിക്ക് ക്യാമ്പസ് ആസ്വദിക്കണം, എനിക്കതിനൊരു വഴി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു ചാൻസ് ഇല്ല. കാരണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ
പ്രവർത്തിക്കുന്ന ഒരു കോളേജല്ലേ. അപ്പോൾ യൂണിവേഴ്സിറ്റി അപ്രൂവൽ കൊടുക്കാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, സിസ്റ്റർ വിചാരിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞ് ആ 3000 സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ സിസ്റ്ററെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചു എന്നെ ഈ കോളേജിൽ പഠിപ്പിക്കാമെന്ന്. അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് സോഷ്യോളജി ആയിട്ട് ചേർന്ന് ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് മിന്നു മിസ് വന്നത്. എറണാകുളം ജില്ലാ കളക്ടറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. മിന്നു മിസ് ഞങ്ങളെ പഠിപ്പിച്ചു. അതൊരു എന്താ പറയുക, മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൂമെൻ്റാണ്. I can't forget in my life ever because I have to lots of skill. ബട്ട് ഈ ഒരു സ്കില്ലെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അത് മറക്കില്ല. ഞാൻ എവിടെ പോയാലും ഞാൻ എൻ്റെ എതിലേക്കൂടി എങ്കിലും ഒരു രൂപം പോകും മിന്നു മിസ്സിൻ്റെ. കാരണം ഞങ്ങൾ അതുപോലെയാണ് കെയർ ചെയ്തത്. ഞങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് ഞങ്ങൾ പറയാതെ മനസ്സിലാക്കിയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച് മിന്നു മിസ്സേ. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. അതാണ് എൻ്റെ ഒരു ലൈഫ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ. അപ്പം ഞാനത് പഠിത്തം കഴിഞ്ഞു. അത് കഴിഞ്ഞു ബിസിനസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ഞാൻ തിരിഞ്ഞു. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ല, ഒരു അദൃശ്യ ശക്തി എന്നോടൊപ്പം ഉണ്ട്. ഒരിക്കലും ഡോറ ബ്യൂട്ടി വേൾഡ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് സലൂൺ എനിക്ക് തുടങ്ങാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം അന്നും ഇന്നും പൈസ അനാവശ്യമായിട്ട് കളയുന്നതിൽ ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. കാര്യം നിങ്ങൾ വിചാരിക്കും ഇവരുടെ കയ്യിൽ റോളക്സിൻ്റെ വാച്ചോ അതും ഇതുമൊക്കെ ഉണ്ട്. ബട്ട് അതെല്ലാം ആക്സിഡൻ്റലി കിട്ടുന്നതാണ്. ബട്ട് എൻ്റെ പൈസ ചിലവാക്കിയിട്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടുക എന്നുള്ളത് എനിക്ക് ഭയമുള്ള കാര്യമാണ്. പക്ഷേ ദൈവദൂതനെ പോലെ എവിടുന്നോ ഒരു കമ്പനി വന്നു, JSR ട്രെൻഡി ഫാഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി വന്നു. അതിൻ്റെ മാനേജിങ് ഡയറക്ടർ പോസ്റ്റിലേക്ക് എന്നെ നിയമിച്ചു. അതിൽ നിന്ന് ഡോറ ബ്യൂട്ടി വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടായി, 2 അക്കാഡമികളുണ്ടായി. ഇന്ന് ദുബായിൽ മന്ത്ലി ഒരു 10 days ഞാൻ ട്രാവൽ ചെയ്യുന്നു ദുബായിൽ എനിക്ക് എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതെല്ലാം എല്ലാവരും പറയും ദാറ്റ് ഈസ് അച്ചീവ്മെൻറ്റ്സ്. രഞ്ജു ഈസ് എ വെരി സക്സസ്ഫുൾ പേഴ്സൺ. ബട്ട് ഐ എം നോട്ട് എ സക്സസ്ഫുൾ പേഴ്സൺ ബിക്കോസ് ഞാൻ സ്ട്രഗിൾ ചെയ്യുവാണ് ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുക. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിച്ച് സന്തോഷിച്ച് നാളെ ഞാൻ നെക്സ്റ്റ് എന്തെന്നുള്ളതിനെ പറ്റി ഞാൻ വർക്കൗട്ട് ചെയ്യണം. അപ്പം നമുക്കൊരു സക്സസ്ഫുൾ എന്ന് പറയുന്നത്, ലൈഫിൻ്റെ സക്സസ്ഫുൾ എന്ന് പറയുന്നത് നമ്മുടെ എൻഡ് ഓഫ് ദ ഡേ ആണ്, ലൈഫിൽ എൻഡ് ഓഫ് ദ ഡേ ആണ്. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സക്സസ്ഫുൾ ജേണി അവസാനിച്ച്. അതുവരെ നമ്മുടെ ജേണി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പം നിങ്ങൾ വിദ്യാർത്ഥികളാണ്. മനുഷ്യരെ മനസ്സിലാക്കാനും ആ മനുഷ്യരെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഈക്വാലിറ്റി എന്നൊരു പദം നമുക്കെടുത്ത് കളയാം. ഇക്വിറ്റി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇക്വാലിറ്റി നമുക്ക് വേണ്ട, ഇല്ലേ? അപ്പം അതിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു മൂമെൻറ്റ്സ് എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് നമ്മളെല്ലാവരും ഡിഫറൻസ് ആണ്, ബട്ട് നമ്മൾ മനുഷ്യരാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഡിഫറൻസ് ഉണ്ടാവില്ല, അല്ലേ? അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രഞ്ജു ഇപ്പം നമ്മളോട് പറഞ്ഞതനുസരിച്ചിട്ട് രഞ്ജു എന്തൊരു സെൽഫ് മോട്ടിവേറ്റഡ്, സെൽഫ് ക്രിറ്റിസിസം വളരെ പോസിറ്റീവായി ചെയ്ത് എല്ലാ മൊമെൻറ്റിലും ഇവോൾവ് ചെയ്തുകൊണ്ട് ആ അദൃശ്യ ശക്തി രഞ്ജുവിൻ്റെ ഉള്ളിലുള്ള രഞ്ജു തന്നെയാണ് എന്നുള്ളത് നമുക്കും ഒരു മാതൃകയാണ്. വിദ്യാഭ്യാസം ഇത്രയും ആഗ്രഹിക്കുന്ന രഞ്ജുവിന് അത് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്ര പേർക്ക് സപ്ലിയൊക്കെ ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ എങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെ എത്ര മനോഹരമായിട്ട് നമ്മളതിനെ ഉപയോഗിക്കണം എന്നാണ് രഞ്ജു ഇപ്പം നമുക്ക് പറഞ്ഞു തന്നത്. ക്യാമ്പസുകളിൽ ഇതുപോലെ ഇപ്പം രഞ്ജു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഈ ബുള്ളിങ്, ഇങ്ങനെയുള്ള ആങ്സൈറ്റികൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നേരത്തെ ചായക്കടയിൽ പോകുന്നത് പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കളിയാക്കണ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കലാലയങ്ങളിൽ നമ്മുടെ കോളേജിൽ തന്നെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് വൈവിധ്യങ്ങളുണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി ബൈനറിക്കകത്തല്ല. അതേപോലെ കൃത്യമായ ബ്രാക്കറ്റഡോടെ തന്നെ
LGBTIQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റ് ജെൻഡർ മൈനോറിറ്റികൾക്ക് റിസർവേഷൻ അല്ലെങ്കിൽ പ്രിവിലേജസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ ഇപ്പോൾ ആളുകൾ പഠിക്കുന്നുണ്ട്. അത് ഈ ബ്രാക്കറ്റ്സ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ എൻവിഷൻ ചെയ്യുന്ന ഒരു ലോകമെങ്കിലും ഇപ്പം നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്, ഏത് രീതിയിലാണ് നമ്മളാകുന്ന ലോകം, അല്ലാണ്ട് നീ വ്യത്യസ്തനാണ് അല്ലെങ്കിൽ അയ്യേ നീ എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ നോക്കി കാണണം? രഞ്ജു ആഗ്രഹിക്കുന്ന കലാലയം എങ്ങനെയായിരിക്കും? ഞാൻ ആഗ്രഹിക്കുന്ന കലാലയം എന്ന് പറയുന്നത് മനുഷ്യർ പഠിക്കുന്ന കലാലയം. അവിടെ ആണോ പെണ്ണോ ട്രാൻസോ അല്ലെങ്കിൽ LGBTQ അങ്ങനെയല്ല, മനുഷ്യരാണ്. 2 കാലും 2 കൈയും ചിന്താഗതികളും ഒക്കെയുള്ള മനുഷ്യർ പഠിക്കുന്ന കോളേജായി കാണണമെന്നാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ മഹാത്മാഗാന്ധി കലോത്സവത്തിന് ഒരു പോയിൻ്റെങ്കിലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു കുട്ടിക്ക് ഈ കോളേജിൽ നേടിത്തരാൻ കഴിഞ്ഞില്ലേ അല്ലേ? അപ്പം അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ ഉള്ള ഒരു മനസ്സ് ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും പോകുമ്പം ഇക്വാലിറ്റി എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുള്ള സംസാരങ്ങൾ, ബട്ട് ആ ഒരു ചർച്ച കഴിയുമ്പോൾ ആ ഇക്വാലിറ്റി ഉണ്ടാവില്ല. ഞാൻ പലയിടങ്ങളിലും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഈവൻ ഇപ്പം എൻ്റെ ഫീൽഡിലാണെന്നുണ്ടെങ്കിലും മറ്റ് മേഖലകളിലാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ ആ ഇക്വാലിറ്റിയുടെ ഒരു സുഖമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരിതാണ് അങ്ങനെയാണ്, ആ ഒരു ബൈനറി വീണ്ടും വരികയാണ്. ആ ബൈനറികൾ ഇല്ലാണ്ട് മനുഷ്യരായി കാണാൻ കഴിയുന്ന ഒരു കലാലയം, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും യാഥാർത്ഥ്യമാക്കുവാൻ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു കലാലയം അതായിരിക്കണം. ബിക്കോസ് ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുമ്പോൾ ഇന്ന് അഡ്മിഷൻ എടുക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കുഞ്ഞ് വന്നില്ല, അതിനു മുമ്പ് കുട്ടിക്ക് അഡ്മിഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാതാപിതാക്കളെ എനിക്കറിയാം പേഴ്സണലി. ബട്ട് ആ കുഞ്ഞ് ജനിച്ച ഓരോ മാതാപിതാക്കളുടെ ആഗ്രഹമാണ്, എൻ്റെ കുഞ്ഞ് എൻജിനീയർ ആകണം, എൻ്റെ കുഞ്ഞ് ഡോക്ടർ ആകണം, അതാകണം, ഇതാകണം. സമ്മതിക്കുന്നു. ഇപ്പോൾ വീടിൻ്റെ ആധാരം വരെ പണയം വെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ നമുക്കെടുക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ ഒരു 15-16 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഹൂ ആമായി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ തിരിച്ചറിയുന്ന സമയത്ത് ഈ കുട്ടിക്ക് വേണ്ടുന്ന ഒരു കൈത്താങ്ങെന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെ കൈകളാണ്. മനസ്സിലായി? 10 മാസം ഞാൻ നിന്നെ ചുമന്ന് നൊന്ത് പ്രസവിച്ചു എന്ന് ഗർഭപാത്രത്തിൻ്റെ കണക്ക് പറയുന്ന അമ്മമാർ, ഈ അമ്മമാർ ഈ കുട്ടികളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ലോകത്ത് ഏത് പ്രപഞ്ച ശക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും? അത് കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് പല കുട്ടികളിലും തെരുവിൽ വന്ന് കിടക്കേണ്ട അവസ്ഥ വരുന്നത്. 10ാം ക്ലാസ് വരെയും +2 വരെയും സ്കൂളിലെ ടോപ്പ് ലിസ്റ്റിലുള്ള കുട്ടിയായിരിക്കാം. പാടാനും ആടാനും ഒക്കെ കഴിവുള്ള ആ കഴിവാണ് ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നത്. മഹാത്മാഗാന്ധി കലോത്സവത്തിൽ 4 ട്രാൻസ് വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴിവാണ് അവിടെ പ്രകടമായിരിക്കുന്നത്. അവർക്ക് എന്നോ നഷ്ടമായ കഴിവ്, ആ നഷ്ടമായ കഴിവുകൾ തിരിച്ചെടുക്കാൻ അവർ ഇത്രയും പൊരുതേണ്ടി വന്നു ഇല്ലേ? ആ ഒരു സാഹചര്യം വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്നേ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അവർ. ജില്ലാ കളക്ടറായും IPS ഓഫീസർമാരായും നല്ല അധ്യാപകരായും ഡോക്ടർമാരായും ഒക്കെ അവരെ നമുക്ക് വാർത്തെടുക്കാം. ഈ ബൈനറി എന്ന് പറയുന്ന ഒരു സംഭവത്തെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നീ വിഷമിക്കേണ്ട, നിനക്ക് എന്താണ് പ്രശ്നമെങ്കിലും അമ്മ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാതെ നമുക്കൊരിക്കലും പുതുതലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇവനിപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി തന്നെ അല്ല, നമ്മൾ ജനറലൈസ് ചെയ്താൽ പോലും കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ എത്ര കുട്ടികളുടെ ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ ജേർണലിസം പഠിക്കുന്നത്? എത്ര കുട്ടികളുടെ ആഗ്രഹപ്രകാരമാണ്? ഉന്തിത്തള്ളി വിടുന്ന കുട്ടികളുണ്ട് ഇല്ലേ?
+2 നല്ല ഹയസ്റ്റ് സയൻസ് മാർക്ക് വാങ്ങിച്ചിട്ട് നീ ഇനി അതിന് പഠിക്കാൻ പോയിട്ട് കുടുംബത്ത് ജോലി ഒന്നാണ്ടാവും, നീ വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കൂ, അല്ലെങ്കിൽ വല്ല സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി വിടുന്ന മാതാപിതാക്കൾ നമുക്ക് ചുറ്റിനും ഉണ്ടല്ലേ. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവൻ ട്രാൻസ് എന്നുള്ളൊരു പദം ഇട്ടേക്കോ, മനുഷ്യർ നമുക്കിടയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുവാനും അതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും നമ്മുടെ മാതാപിതാക്കന്മാർ ബാധ്യസ്ഥരാണ്. അതില്ലാത്ത കാലത്തോളം വരെ നമുക്ക് പുതുതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കലാലയത്തിനകത്ത് അതെ, ഒരു കുട്ടി ഇപ്പോൾ വന്നു, ഒരു കുട്ടി പഠിക്കാൻ വന്ന് ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ, അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സഹപാഠികൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സെൻറ്റ് ജീസസ് കോളേജിൽ തന്നെയാണ് ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് എന്നെ അവരെപ്പോഴും മാറ്റി നിർത്തും, പരിപാടികൾക്കൊന്നും എന്നെ പങ്കെടുപ്പിക്കത്തില്ല, ഞാൻ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ടാണ് ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക്. എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് ചോദിക്കുന്നത്, നിറം വെച്ചത് രഞ്ജി ചേച്ചി എങ്ങനെ ഇത്ര നിറം വെച്ചത്, എനിക്ക് അതൊന്ന് പറഞ്ഞു തരും. ഞാൻ എന്തിനാ മോളെ, അത് എനിക്ക് ക്ലാസ്സിലിരിക്കാൻ ഭയങ്കര മടിയാണ്, എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാരികളെന്ന് പറയാൻ പറ്റത്തില്ല അവരെ. ഒരു കാര്യത്തിന് ഇവനിപ്പോൾ ഒരു ചായ കുടിക്കാൻ പോയാൽ പോലും ഈ കൂട്ടത്തിൽ ഈ കുട്ടിയായിരിക്കും ഏറ്റവും ലാസ്റ്റ് ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങുന്നതെന്ന്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അവരുടെ ചുറ്റുവട്ടം നന്നാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മുമ്പേ ക്ലാസ് റൂമിലിരുന്നൊരു കാര്യം പറഞ്ഞു, മൂന്നാറിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടി കണ്ട്, നല്ല പൂത്ത് നിൽക്കുന്നൊരു ചെടി കണ്ട് നമ്മൾ ആ ചെടി വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെക്കുവാണ്. മൂന്നാറിലത്തെ ക്ലൈമറ്റും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല. നമ്മുടെ പ്രതീക്ഷ എന്താണ്, ഈ ചെടി എൻ്റെ വീട്ടിൽ ഇതുപോലെ പൂത്ത് അലങ്കരിച്ച് നിൽക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനൊരു വളമിട്ട് കൊടുത്ത് അതിനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ചിലപ്പോൾ അത് നന്നായി വരുമെന്നിരിക്കാം, നമ്മുടെ കാലാവസ്ഥയായിട്ട് ചേർന്ന് പോയെന്നിരിക്കാം. അതാണ് ഇവിടെ വേണ്ടത്. ഇപ്പം എവിടുന്നോ വരുന്ന ജാതിയിലും മതത്തിലും നിറത്തിൽ പണത്തിൽ പ്രതാപത്തിൽ എല്ലാത്തിലും വ്യത്യസ്തരാണ് നമ്മൾ. ആ വ്യത്യസ്തതയാണ് കലാലയങ്ങളിലേക്ക് വരുന്നത്. ഈ കലാലയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും ബ്ലോക്ക് കോഴി കുഞ്ഞുങ്ങളെ പോലെ തന്നെ ആയിരിക്കണം. നമ്മളെല്ലാം ഒന്നാണ്. ആ ഒരു ചിന്താഗതി ഉണ്ടായാൽ അത് നമുക്ക് അതൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. ബിക്കോസ് ഇപ്പം ചിലരെന്നല്ല ഞാൻ ഉൾപ്പെടെ പറയാറുണ്ട്, കൂടുതൽ സ്വപ്നം കാണുന്നവരുമായിട്ട് വേണം നമ്മൾ കൂട്ടുകൂടേണ്ടത്. നല്ല നല്ല സ്വപ്നങ്ങൾ കൂടുന്നവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയാൽ അടുത്ത സ്വപ്നം കാണുന്ന ഒരു വ്യക്തി നമ്മളായി മാറും. അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കും. അപ്പോൾ അവരോടൊപ്പം നമുക്കും പറക്കാൻ കഴിയുമെന്നാണ്. അതേസമയം എപ്പോഴും ഈ തല്ലിപ്പൊളി വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ്ങിൻ്റെ ഇടയിലേക്ക് ഒരു കുട്ടി ചെന്ന് പോയിട്ട് കഴിഞ്ഞാൽ അടുത്ത തല്ലിപ്പൊളികൾ മാത്രം പറയുന്നൊരു കുട്ടിയായി ഈ കുട്ടിയും മാറും. അതാണ് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടാ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ. അപ്പം നമുക്ക് ഈ എവിടുന്ന് വന്നതാണെന്നുണ്ടെങ്കിൽ ആരും ആയിക്കോട്ടെ, അവർക്ക് വേണ്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അവിടെ നമുക്ക് അവരുടെ ജെൻഡറോ അവരുടെ സെക്സോ അവരുടെ സെക്ഷുവാലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ പണമോ പ്രതാപമോ അവർക്ക് ഏത് വീട്ടിൽ നിന്ന് വരുന്നു ഇതൊന്നും നമ്മൾ നോക്കണ്ട. വി ആർ ഈക്വൽ. ആ ഒരു ചിന്താഗതിയുള്ള ഒരു കലാകലയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രഞ്ജു ഇപ്പോൾ പറഞ്ഞ ബ്യൂട്ടി സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുക ഈ ടീനേജ് കഴിഞ്ഞിട്ട് ഡിഗ്രിക്കൊക്കെ കോളേജിൽ വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഇൻസൾട്ടുകളൊക്കെ എംബ്രേസ് ചെയ്യുന്ന ഒരു സമയം. നമ്മൾ കോൺഫിഡൻസിലും നമുക്ക് പിന്നീട് വരുന്ന പല ഇൻസെക്യൂരിറ്റീസും, ഞാൻ കറുത്തിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ്, ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടാണ്. അതുപോലെ ആൺകുട്ടികളുടെ ഇടയിലാണെങ്കിലും മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ ഈ മേക്കപ്പ് എന്ന് പറയുന്നത് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്നെ ആളുകൾ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ചില ബ്യൂട്ടി സ്റ്റീരിയോ ടൈപ്സ്, ഈ പറഞ്ഞ പോലെ വെളുത്ത കുട്ടി വേണം, മെലിഞ്ഞ കുട്ടി വേണം, ഇങ്ങനെയുള്ള ഇതിനെപ്പറ്റി രഞ്ജു എന്താ പറയാനുള്ളത്? ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നു അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നത് അത് എനിക്ക് വേണ്ടിയിട്ടാണ്, അത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണോ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അതേപോലെ ഞാൻ അവരെ കാണാൻ ചെല്ലും, താഴെ ചെല്ലും.
അവിടെ എനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല അല്ലേ. അതേസമയം എനിക്കൊരു പ്രണയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു 3-4 പ്രാവശ്യമെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കും. ഓക്കെ ആണോ, അവൻ താഴെ വന്നിട്ടുണ്ട്, ലിപ്പ് കറക്റ്റാണോ, മുഖത്ത് കരിവാളിച്ചിരിക്കുവാണ്, ഇച്ചിരി എന്തെങ്കിലും കോമ്പാക്റ്റ് എടുത്തിടാം എന്ന് ചിന്തയുണ്ടാവും. അപ്പം അത്തരം ഒരു പ്രവണത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഒരുക്കത്തെ പറ്റി പറയുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പലരും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത്ര ഒരുങ്ങി നടക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. കാരണം ഞാൻ കൂടുതൽ അടുത്തറിയും തോറും ഇപ്പോൾ കല്യാണ മേക്കപ്പുകൾക്ക് പോകുമ്പോഴും രഞ്ജുമ വളരെ സട്ടിൽ മേക്കപ്പ് മതി, വലിയ ന്യൂഡ് മേക്കപ്പ്, ഇത്തിരി ലിപ്സ്റ്റിക്ക് ഇച്ചിരി ബ്രൈറ്റായിട്ട് ലിപ്സ് ചെയ്യണം, എൻ്റെ കണ്ണൊന്ന് പ്രൊജക്റ്റ് ചെയ്യണം, മേക്കപ്പ് ഇട്ടു എന്നാണ്. രഞ്ജുമയുടെ ഫേസ് എങ്ങനെയാണ് അതേപോലെ തന്നെ മതി. അപ്പോൾ ഓരോരുത്തർക്കും എക്സാമ്പിളുകളാണ് അവരെ പോലെ ഇവരെ പോലെ എന്നുള്ളതാണ്. പക്ഷെ അത് വേണ്ട. സോ നമ്മളായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുക എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കാം. പക്ഷെ ഞാൻ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പോകുന്നത് ഞാൻ അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത ഒരു ബോഡിയാണ് എൻ്റെത്, അത്രത്തോളം ഡാമേജ് ആയിട്ടുള്ള ഒരു സ്കിന്നായിരുന്നു എൻ്റെ. ഇറ്റ്സ് യുവർ ചോയ്സ്. ചോയ്സ് അല്ലാണ്ട് ഞാൻ ഒരാളെയും പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾക്ക് വേണ്ട, ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി, എനിക്കതിന് താല്പര്യമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ഞാൻ ചെയ്യുന്നു. അതൊരിക്കലും ഞാൻ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പോകുന്നു. ഞാനൊരു ബ്യൂട്ടി സലൂൺ നടത്തുന്ന ഒരാളാണ്. അവിടെ വന്നാൽ അവിടെ വരുന്നവരോട് പോലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഒരിക്കലും ഇന്നത് ചെയ്താൽ ഇന്നതാകുമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. അതിനകത്ത് വരുന്ന ഓരോ പോസിറ്റീവും നെഗറ്റീവും പറയും. ഇപ്പം സാധാരണ എല്ലാവരും പറയും എല്ലാ ദിവസവും ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ സ്കിന്നിന് ഡാമേജ് ആണെന്ന് പറയും അല്ലേ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ദിവസവും ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്ന സ്കിന്ന് നല്ലതാക്കാനാണ്. സ്കിന്ന് ബെറ്റർ ആകും. എല്ലാ ദിവസവും നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് മച്ച് മോർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. ബിക്കോസ് സെറാമൈഡുകൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡുകൾ അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് റെപ്യൂട്ടഡ് ബ്രാൻഡഡ് കമ്പനികൾ ഇപ്പോൾ ഇറക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്നിട്ട് നമുക്ക് ജലാംശത്തെ നിലനിർത്തുന്നതാണ്. നമുക്ക് മോയ്സ്ചറൈസിങ് എഫക്റ്റ്, pH ലെവലിനെ ബാലൻസ് ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. ഈ റെപ്യൂട്ടഡ് ബ്രാൻഡുകൾ അഫോർഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, ഇത് വാങ്ങാൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണികളാണല്ലോ നമ്മളുടെ ഇത്. അപ്പം അത് എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി എന്നതിനേക്കാളുപരി വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റിനുമുണ്ട്. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം അല്ലേ, ഈവനിങ്ങിൽ ഏതെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യാം. ഈ ലുലു മാളിൽ തന്നെ മാംഗോയിലും ആൻഡിലും ഒക്കെ എത്ര കുട്ടികളാണെന്ന് അറിയുമ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ നല്ല വൈകുന്നേരത്ത് ആകുമ്പോഴത്തേക്ക് ഒരു 4 മണിക്ക് ശേഷം ഷിഫ്റ്റ് മാറുമ്പോൾ ഞാൻ വിചാരിച്ച് ട്രെയിനേഴ്സ് ആണെന്നുള്ള രീതിയിൽ ഞാൻ 1-2 കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. എറണാകുളത്ത് പല കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് അവരുടെ അത്യാവശ്യ ചെലവുകൾക്കായിട്ട് അവർ കണ്ടെത്തുന്ന ഒരു ജോലിയാണ്. അപ്പം വീട്ടുകാരുടെ ഈ ഒരു എന്താ പറയുക പോക്കറ്റ് മണി മാത്രം ആശ്രയിച്ചിരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങും എത്തത്തില്ല. സ്വന്തമായിട്ട് സ്വയം പര്യാപ്തരാകാനുള്ള ഒരു സംവിധാനവും നമ്മൾ ചെറുപ്പകാലം മുതലേ കണ്ടെത്തണം. അല്ലാണ്ട് നമ്മൾ പഠിച്ച് ഇന്ന ലെവൽ എത്തിയിട്ട് നമുക്കിത് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇന്ന ലെവൽ എത്തുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും സംതിങ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മേഖലയിലും കൂടി നമ്മൾ കയ്യെത്തണം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടന്നാലോ സർ? അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മാം, ഇപ്പോൾ കലോത്സവത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നൊരു കുട്ടി ജയിച്ചു, മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും കാണേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനൊരു വിഭാഗമായിട്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് മെയിൽ വിഭാഗത്തിൽ നിന്ന് അങ്ങനെ കാണേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ മാമിന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആസ് എ വുമൺ എനിക്ക് എല്ലാവരുടെയും കൂടെ കോമ്പറ്റ് ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഇപ്പം എന്താ പറയുക, ആ ഒരു ബൈനറി എന്ന് പൊട്ടിച്ചെറിയാൻ നമുക്ക് കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല.
ഞാനിപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് ആസ് എ വുമൺ. ഇപ്പോൾ എൻ്റെ പാസ്പോർട്ടാണെന്നുണ്ടെങ്കിലും എൻ്റെ ആധാർ കാർഡാണെന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ തിരിച്ചറിയലുകളും സ്ത്രീയായിട്ടാണ് നിലനിൽക്കുന്നത്. ഞാൻ പൊരുതിയത് ഞാൻ സ്ത്രീയാകാനാണ്. എനിക്ക് കേട്ടപ്പോഴും അത് കണ്ടപ്പോഴും തോന്നി, എന്തിനാണ് ഇങ്ങനൊരു വിഭാഗമായിട്ട് കാണേണ്ട ആവശ്യം? ഒന്നെങ്കിൽ സ്ത്രീ, അല്ലെങ്കിൽ പുരുഷൻ, അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ ഒന്ന് അല്ല, അങ്ങനെ ഉണ്ടാ പോരെ? ഈ ട്രാൻസ്ജെൻഡർ വിഭാഗമായിട്ട് ഈ വിഭാഗത്തിൽ നിന്ന് ഒരാൾ ജയിച്ചു അങ്ങനെ കാണേണ്ട ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അത് ഞാൻ ഉണ്ടാക്കിയ സംവിധാനം അല്ലല്ലോ. അങ്ങനെ മാമിന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ് എനിക്കത് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രഞ്ജു, അത് വേണ്ട എന്ന് നമ്മൾ തോന്നുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപേ നമുക്ക് ഈ പറയുന്ന ബൈനറി ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ബൈനറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആണ് പെണ്ണ് മാത്രം അടങ്ങുന്ന 0101 എന്ന് മാത്രമുള്ള ഒരു ലോകത്ത് ജീവിക്കുന്നിടത്ത് ആക്ച്വലി ഇനീഷ്യലി ദിസ് ഇസ് ഇപ്പം ഇല്ലാത്ത ടേമാണ് പ്രൈമറി ജെൻഡർ, സെക്കൻഡറി ജെൻഡർ, വിമൻ ദ സെക്കൻഡ് സെക്സ്, ആൻഡ് ദെൻ ഞാൻ ഇതിവിടെ കോട്ട് ചെയ്ത് പറയാണ്, ദിസ് ഇസ് നോട്ട് ടു ബി യൂസ്ഡ് എനി മോർ. തേർഡ് ജെൻഡർ, ഭിന്നലിംഗം എന്ന് തന്നെയായിരുന്നു അതിൻ്റെ മലയാളം, എന്ന് തന്നെയാണ് ഇപ്പോൾ പലയിടത്തും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു. ആ കാറ്റഗറൈസേഷനിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ചില കൺസേൺസ് ഉണ്ട്. സൈഡ് ലൈൻ ചെയ്ത് മാറ്റി നിർത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന പ്രിവിലേജസ് കിട്ടാതാകുന്ന അവസ്ഥ. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനത്തെ കാറ്റഗറൈസേഷൻസ്, ബിക്കോസ് ഇറ്റ്സ് എ ന്യൂ തിങ് ദാറ്റ് ഇസ് ബീങ് ഇവോൾവ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു അവസ്ഥയാണ്. നമ്മളിപ്പോഴും ആ ലോകത്താണ് ജീവിക്കുന്നത്. ഇതൊരു പുതുമയായിട്ട് കാണുന്നൊരു ലോകത്താണ്. പക്ഷെ വി വിൽ റീച്ച് എ സ്പേസ്, നമ്മളൊരു ലോകത്തെത്തും വെൻ എവരിബഡി ഈസ് ട്രീറ്റഡ് ഇക്വിറ്റിയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലോകം. നമസ്കാരം. മാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ജീവിതത്തിലാവട്ടെ വ്യക്തി ജീവിതത്തിലാവട്ടെ അഭിപ്രായ വ്യത്യാസങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ലോകം നിലനിൽക്കുന്നത് പോലും, ഇല്ലേ? അതായത് ഭരണകൂടത്തെ നമുക്ക് നോക്കുവാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ അഭിപ്രായമായിട്ട് ഉൾക്കൊള്ളണം. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു റീല് ചെയ്യുമ്പോൾ അതിന് പല അഭിപ്രായങ്ങൾ വരാറുണ്ട്. ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യും, എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു അഭിപ്രായം പറയാനുണ്ടായ സാഹചര്യം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സ്റ്റഡി ചെയ്യുമ്പോൾ അവർ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരു ശരിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എവിടെയെങ്കിലും പ്രകടമാക്കുന്നുണ്ടെങ്കിൽ അതിനെ 100% സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസിലാണെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ അഭിപ്രായങ്ങൾ ശക്തമായിട്ട് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ബിക്കോസ് ഐ നോ ദ റീസൺ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളിൽ ഞാൻ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരാളാണ് എന്ന് കരുതി എല്ലാ അഭിപ്രായങ്ങളും എന്നിലേക്ക് വരുമ്പോൾ അത് ഞാനാണ് ശരിയെന്ന് വാദിക്കുന്ന ഒരാളുമല്ല ഞാൻ. അഭിപ്രായങ്ങളെ അതിൻ്റേതായിട്ടുള്ള മാന്യതയോടുകൂടി തന്നെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. രഞ്ജു പറഞ്ഞതുപോലെ കൺസ്ട്രക്റ്റീവായിട്ട് നമ്മൾ ക്രിറ്റിസിസങ്ങളെയും റിസപ്റ്റീവ് ഏറ്റവും നന്നായി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചുറ്റുമുള്ള അഭിപ്രായങ്ങളെ എംബ്രേസ് ചെയ്യുകയും ഞാനായും നീയായും നമ്മളായും ഇരിക്കുന്ന ഒരു ലോകത്തിൽ ഒരു ബ്രാക്കറ്റുകളും ഇല്ലാതെ ഒരു അതിർവരമ്പുകളും ഇല്ലാത്തൊരു ലോകം നമുക്ക് ഈ വനിതാ ദിനത്തിൽ ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സ്പീക്കേഴ്സ് ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. നമ്മോടൊപ്പം സംസാരിച്ചത് ശ്രീമതി രഞ്ജു രഞ്ജിമാർ, അതോടൊപ്പം തന്നെ ശ്രീമതി അഞ്ജന ജോർജ് ആണ്. അതിരുകൾ ഭേദിച്ച് ചമയക്കൂട്ട് എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മോടൊപ്പം സംസാരിച്ചത്. സെഷൻ്റെ ടോപ്പിക് പോലെ തന്നെ അതിമനോഹരമായൊരു സെഷനും അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളോട് സ്പീക്കേഴ്സ് സംസാരിച്ചത്. നിറഞ്ഞൊരു കൈയടി നമുക്ക് നൽകാം. തേവര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സ്നേഹോപഹാരം ഇരു സ്പീക്കേഴ്സും നൽകുവാൻ വേണ്ടി മിന്ന മാമിനെയും അതോടൊപ്പം തന്നെ ആശ മാമിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രഞ്ജു മാം നേരത്തെ സൂചിപ്പിച്ചത് മിന്ന മാമിനെ പറ്റിയാണ്. മാം പഠിപ്പിച്ച സ്റ്റുഡൻറ്റ് കൂടിയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം മിസ്സിനും. ഐ വെൽക്കം മിന്ന മാം ആൻഡ് ഓൾസോ ആശ മാം ഓൺ സ്റ്റേജ്. Beautiful moment.
applause for this because this is going to be a beautiful moment in the first edition of Tevara Literature Festival. I think that's so beautiful to see. Thank you, speakers, for being here with us today. ശക്തമായ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ ശക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ. Once again, thank you, speakers, for being here.